ഹായ് വ്യൂവേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ മാസം മന്ത് എൻഡ് ഉള്ളത് മാത്രമല്ല, ഒരു ഇയർ എൻഡിങ്ങും കൂടിയാണല്ലോ, നമുക്കൊരു ഫിനാൻഷ്യൽ ഇയർ കഴിയുന്നതിൻ്റെ. അപ്പോൾ അത് പ്രമാണിച്ചിട്ടാണ് നമ്മൾ ക്ലിയറൻസ് സെയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 599 മേലേക്കുള്ള ഒരൊറ്റ റേറ്റിലുള്ള സാധനം നമ്മുടെ കയ്യിലില്ല. 199 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ടിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ അത് ക്ലിയറൻസ് സെയിലിൽ ഇട്ട് തീർക്കാണ് നമുക്ക് ഈ ഒരു കണക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യുക. അതുമാതിരി തന്നെ ഇന്നെടുക്കുന്ന ഓർഡറുകൾ നമ്മൾ തിങ്കളാഴ്ച ആയിരിക്കും ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വിഷുവിനൊക്കെ അത്യാവശ്യം ഇടാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട്. ഇനിയല്ല, ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റും. നല്ല ബഡ്ജറ്റ് റേറ്റിലാണ്. എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പം ഞാൻ വേഗം വേഗം കളക്ഷൻസ് കാണിച്ചു പോവാം. അതിലെല്ലാത്തിൻ്റെയും പ്രൈസും ഏതൊക്കെ സൈസ് അവൈലബിൾ ആണെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഈ മേടിച്ചിട്ടുള്ള ഐറ്റംസ് ചിലർക്ക് നമുക്ക് അയ്യോ ഇത് ഞാൻ ഇത്ര രൂപയ്ക്ക് അന്ന് ഞാൻ അവിടെ നിന്ന് മേടിച്ചാന്ന് ഒരു വിഷമം ആരും വിചാരിക്കേണ്ട. കാരണം നിങ്ങൾ മേടിക്കാത്ത ഐറ്റംസ് നിങ്ങൾക്ക് അപ്പോൾ അതിലും നല്ല റേറ്റ് കുറവിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ചിലർക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാവും, ഞാൻ ആ റേറ്റിന് മേടിച്ചാണെന്ന്. പക്ഷെ നമുക്കൊരു ഡിസ്കൗണ്ട് സെയിൽ കഴിഞ്ഞ് ക്ലിയറൻസ് സെയിലിലേക്ക് വരുമ്പോൾ നമുക്ക് ആ റേറ്റ് അത്ര കുറച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ റേഞ്ചിന്റെ പ്രശ്നം തന്നെ കേട്ടോ. അപ്പൊ ആർക്കൊരു വിഷമത്തിന് ഇട വരണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേറെ പ്രൊഡക്റ്റ് മേടിക്കണം, ആ നല്ല റേറ്റ് കുറവിന്. അപ്പൊ ആ വിഷമം അങ്ങ് തീർന്നിട്ട്. ഓക്കെ, ഇതൊരു റയോൺ കുർത്തിയാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് ഇടാൻ പറ്റുന്ന, ഈ ഒരു കാലാവസ്ഥയിൽ ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പെട്ടെന്ന് എവിടെയെങ്കിലും ഇട്ടിട്ട് പോകാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ഒരു ഐറ്റം ഹെയർ ലൈൻ ആണ്. റയോൺ മെറ്റീരിയലിലാണ് ജസ്റ്റ് കോളർ വരുന്ന ടൈപ്പ് കേട്ടോ. 199 ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ടോപ്പുകളാണ്. ടോപ്പുകളെല്ലാം തന്നെ 299 ആണ്. സൈസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കുർത്തകളുടെ സൈസ് ആയിരിക്കില്ല ടോപ്പിന്. അതിനേക്കാളും, അതായത് നിങ്ങൾ നോർമൽ എല്ലാം എടുക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ എക്സൽ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്കൊരു പിടുത്തം വരാനൊരു ചാൻസ് ഉണ്ട്. കാരണം നോർമൽ കുർത്താടിയും ഇങ്ങനത്തെ ടോപ്പിന്റെ സ്റ്റിച്ചുകൾ തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ്. ഇതിൽ സൈസ് നോക്കാം. കൈൻ്റെ ഒക്കെ ലെങ്ത് ഇതാ ഇങ്ങനെ ആയിരിക്കും വരിക കേട്ടോ. ഒരു 3/4 ലെവലിൽ തന്നെയാണ് എല്ലാം വരിക. എല്ലാ സൈസും ഉണ്ടാവില്ല കേട്ടോ. വളരെ റയർ ആയിട്ടുള്ള ചെറിയ SM അങ്ങനത്തെ സൈസുകളായിരിക്കും നമ്മുടെ കയ്യിൽ കൂടുതൽ ഉണ്ടാവുക. ഈ ആദ്യം കാണിച്ച 2 റയോൺ കുർത്തീസ് ആണ് കേട്ടോ. റയോൺ ടോപ്സ് ആണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കാണിക്കുന്നത് കോട്ടൺ ആണ്. അജ്രക്കിന്റെ പ്രിന്റിൽ വരുന്ന കോട്ടൺ ആണ്. പലതരത്തില് അതിന്റെ നെക്ക് പാറ്റേൺ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. നല്ല കോട്ടൺ ആണ്. നമുക്ക് ഇടാൻ കംഫർട്ടായിട്ട്. ഇപ്പൊ വേണമെങ്കിൽ പലാസോന്റെ കൂടെ ഇടാം, ജീൻസിന്റെ കൂടെ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇതെല്ലാം നമുക്ക് വീട്ടിൽ കംഫർട്ടായിട്ട് ഇടുന്നെങ്കിൽ അങ്ങനെയും ഇടാം കേട്ടോ. കാരണം നമുക്ക് ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പുറത്തിടും തന്നെയാണ് ഇതെല്ലാം. ഇത്രയാച്ച് ലെങ്ത് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല ലെങ്ത്, ജീൻസിനൊക്കെ ആണെങ്കിൽ ലെങ്ത് കിട്ടുന്നതാണ്. മെഷർമെന്റ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, എത്ര ലെങ്ത് ഉണ്ട് എന്നൊക്കെ ഉള്ളവർക്ക് എടുത്ത്. ഓക്കെ, ഇതെല്ലാം അജ്രക്കിന്റെ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. കുറെ പേര് ഇപ്പോഴും ഞാൻ പ്രഗ്നന്റ് ആണോ എന്നൊക്കെ യൂട്യൂബിൽ കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വയറ് തോന്നാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ മൊത്തത്തിൽ ഞാൻ ചെറിയൊരു ക്ഷീണാണെന്ന് പലരും പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. എനിക്ക് 7 മാസം ആവാറായിട്ടുണ്ട്. ഇതെല്ലാം കോട്ടൺ ആണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അതിനകത്തൊരു വൈറ്റ് ഇതൊക്കെ ആയിട്ട് 6 ആക്ട് പോലത്തെ പാറ്റേൺ.
ഓക്കെ, സൈസുകൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എനിക്ക് എല്ലാത്തിനും സൈസുകളുടെ ഡീറ്റെയിൽസ് ഓർമ്മയില്ല. പണ്ടാണെങ്കിൽ നമ്മൾ ഇട്ട് കാണിക്കുമ്പോൾ ഞാൻ ഇടുമ്പോൾ എനിക്കറിയാം അത് എങ്ങനെയായിരിക്കും. ഞാൻ എം സൈസാണ്, ചില എമ്മുകൾ എനിക്ക് കറക്റ്റ് ആയിരിക്കും, ചില എം എനിക്ക് ഇച്ചിരി ലൂസ് ആയിരിക്കും. അപ്പം അതിനനുസരിച്ച് ഞാൻ വീഡിയോയിൽ പറയാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ ഇട്ട് കാണിക്കുന്നില്ല, ഇതൊന്നും ഇട്ടതായിട്ട് ഓർമ്മയും ഇല്ല. അത് കാരണം എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇത്രയും കാണിച്ചൊരു ടോപ്പുകളായിരുന്നു, അതെല്ലാം 299 ആണ് റേറ്റ്. ഇനി 399 ആണ്. ഇത് ജോർജറ്റ് ആണ് വരുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒരു അങ്കറക്ക സ്റ്റൈലിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു വള്ളിയൊക്കെ കൊടുത്ത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കട്ടിങ്ങിലൊരു ചെറിയ വ്യത്യാസം, അത്രേ ഉള്ളൂ കേട്ടോ. ബ്ലാക്കില് ചെറിയ റോസാപ്പൂക്കൾ പോലത്തെ ഡിസൈനാണ്. എ ലൈനാണ് വരുന്നത്, ലൈനിങ്ങോട് കൂടിയാ വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. ഒരു ദിവസം എന്താ ഇങ്ങനെ വരും. അടുത്ത് വരുന്നത് ഒരു റയോൺ മെറ്റീരിയലാണ്. ഡെയിലി വെയർ കളക്ഷൻ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഗ്രീൻ കളറാണ്. അതിനകത്തത് ഒരു ഗോൾഡനും വൈറ്റും കൂടിയുള്ള ഒരു പെയിന്റ് പോലത്തെ വർക്കാണ് ഇതിൽ പോയിട്ടുള്ളത് കേട്ടോ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്, സ്ലിറ്റഡ് ആണ്, ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് 399 മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കുറച്ച് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ലാത്ത ഒരു കേസുകളാണ് അതെല്ലാം. ഇത് വരുന്നത് ഒരു വെസ്റ്റേൺ പോലത്തെ ഐറ്റം ആണ് കേട്ടോ. ഇതെങ്ങനെ വരും, ഒരു ഇതിന്റെ പല കളേഴ്സ് ഉണ്ട്. ഇതിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇത് കണ്ട 2 ലെയറിൽ ബട്ടർഫ്ലൈ സ്ലീവ് പോലെയാണ് വരുന്നത്. ഇതെങ്ങനെ വരും സ്ലീവ്, നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എനിക്ക് ഫുള്ളാണിത്. പുറകുവശം ഇങ്ങനെ വരും. ഇത് യെല്ലോ ആണ്. ഇതിന്റെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ, ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് യെല്ലോ, ഇതൊരു ലൈറ്റ് ഗ്രീൻ, ഒരു പിങ്ക്, ഒരു ബ്ലൂ, അങ്ങനെ 4 കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം ഫ്രീ സൈസ് ആണ്. ഒരു എം എൽ ആ 2 സൈസുകാർക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ട് 4 കളേഴ്സ്, യെല്ലോ, ഗ്രീൻ, പിങ്ക്, ബ്ലൂ. അടുത്ത വരുന്നത് ഒരു ഫ്രോക്കാണ് കേട്ടോ. പോൾക്ക ഡോട്ട്സ് പോലെ ഇട്ടിട്ടുള്ള നല്ല രസമുണ്ട് കാണാൻ. വൈറ്റിൽ പോൾക്ക ഡോട്ട്സ് വരുന്നത്. ഇതാ പഫ് സ്ലീവ് ആണ്, ഷോർട്ടാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കെട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ഗ്യാദേഴ്സ് ആണ് കേട്ടോ. അതങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് അല്ല, നല്ല ഭംഗിയുള്ള ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. പുറകുവശവും വരുന്നുണ്ട് അങ്ങനെ. 2 സൈഡിലേക്കും ഡോറീസ് ഉണ്ട്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് വരുന്നത് ഒരു കോട്ടണും റയോണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ചെറിയൊരു എന്താ പറയുക, ഒരു ഗ്ലേസിങ് പോലെ ഉണ്ട്. ഇത് ശരിക്കും കോട്ടൺ അല്ല, എന്നാൽ കോട്ടണിന്റെ പ്രോപ്പർട്ടീസ് ആണ് കൂടുതൽ. അതുപോലെ തന്നെ ഒരു ഷൈനിങ്ങും ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെ വരും. ഇവിടെ ആലിയ കട്ട് പാറ്റേണിലാണ് വരുന്നത്. ഇവിടെ മേൽഭാഗത്ത് ഒരു 6 ആകും, താഴെ വേറൊരു ഡിസൈനാണ് കേട്ടോ. സ്ലീവ് വരുന്നത് ഇങ്ങനെ. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയ വരുന്നത്. ഒക്കെ നമ്മൾ 399 ഇട്ട് തീർക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഇച്ചിരി കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതൊക്കെ 399 നിങ്ങൾക്ക് ഭയങ്കര ലാഭമുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കാരണം നമ്മളൊരു തുണി എടുത്ത് തയ്ക്കണമെങ്കിൽ അറിയാലോ, നമുക്ക് ഒരു ലൈനിങ് വെച്ച് തയ്ക്കണമെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരും. ഇത് കണ്ടോ, ഇതിന്റെ നെക്ക് വരുന്നത് എങ്ങനെ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇവിടെ വയലറ്റ് ഒരു ഹക്കോബയുടെ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടാണ്. സ്ലീവിന്റെ എൻഡിലും അത് തന്നെ സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയ വരുന്നത്.
ഇത് കോട്ടൺ ആണ് കേട്ടോ വരുന്നത്. മെറ്റീരിയൽ ചെറിയ ഒരു വയലറ്റിന്റെ ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് ഇതിൽ പൂക്കൾ പോയിട്ടുള്ളത്. അതിന് മാച്ച് ആവുന്ന തരത്തിലാണ് ഇവിടെ ഒരു ഹക്കോബയുടെ ഒരു പാച്ച് വർക്ക് കൊടുത്തേക്കണം. ലെങ്ത് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഇത് വരുന്നത് ഒരു ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ്. ഇത് എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റിച്ചിങ് ഞാൻ പറയാട്ടോ. ചിലർ എന്നോട് ഇത് ചോദിക്കാറുണ്ട്, ഇതിന്റെ മെറ്റീരിയൽ എന്തെങ്ങനെയാന്ന്. അതിങ്ങനെ വീവ് ചെയ്ത പോലെയാണ് ഇരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂലിങ്ങനെ നമ്മൾ കൈത്തറിയിലൊക്കെ വെച്ച് തയ്ക്കൂലേ, അതുപോലെയാണ് ഇരിക്കുക. അത് ആ മെറ്റീരിയൽ അങ്ങനെയാണ്. നമ്മൾ സാധാരണ ഒരു കോട്ടന്റെ മരത്തെ മെറ്റീരിയൽ അല്ല. പക്ഷെ ഇത് ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. ഭയങ്കര കോട്ടണിൽ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ അത് വീവ് ചെയ്തെടുക്കുന്ന ഒരു ഇതുകൊണ്ടാണ് ആ മെറ്റീരിയൽ അങ്ങനെ വരുന്നത് കേട്ടോ. ഇതെങ്ങനെ നിങ്ങൾക്ക് കണ്ട വീവ് ചെയ്തത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന യെല്ലോനേക്കാൾ ഇച്ചിരി കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. കോളർ നെക്കാണ് വരുന്നത്. സ്ലിറ്റ് ലൈനിങ്ങോട് കൂടിയ വരുന്നത് കേട്ടോ. അങ്ങനെ വരും. ഇത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ. ഇതിൽ കാണുന്ന ഒരു യെല്ലോ അല്ല കേട്ടോ. അതിന്റെ ഉള്ളിലത്തെ ഈ ഒരു യെല്ലോ ഷെയ്ഡില്ലേ, ഓൾമോസ്റ്റ് അത് തന്നെയാണ് ഇവിടേക്ക് വരുമ്പോ ഇച്ചിരി ഡിമ്മായിട്ട് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു യെല്ലോ അല്ല, നല്ല യെല്ലോ കളറാണ് കേട്ടോ. പുറകുവശം വരുന്നത് അങ്ങനെ. അതേ സെയിം മെറ്റീരിയലിലാണ് ഇതിന്റെ വൈറ്റും വരുന്നത്. ഇതും ആ ഒരു വീവ് ചെയ്ത ടൈപ്പിലുള്ള പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് സെയിം ആ ഒരു പ്രിന്റും കളറും വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മെറ്റീരിയൽ ബാക്കി സ്ട്രക്ചറൊക്കെ സെയിം ആണ്. ഇതൊരു നമ്മള് നാടനല്ല, വരവാണിത്. ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടക്ക് ഇട്ട പോലെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇത്തിരി ഷേപ്പിലേക്ക് കിട്ടാൻ പാകത്തിന്. ഇതെല്ലാണ് സൈസ് ഇതിൽ എല്ലെന്ന് എഴുതിയേക്കണ. എംആർക്കും എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. അടുത്ത വരുന്ന നല്ല രസമുള്ള ഒരു നേവി ബ്ലൂല് വൈറ്റ് ഇങ്ങനെ. ഇത് പെയിന്റ് അല്ല, ഇത് മൊത്തം പ്രിന്റ് തന്നെയാണ്. ആലിയ കട്ട് പോലെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെ കൊടുത്തിട്ട് ഇവിടേക്ക് ഫ്രണ്ടിൽ മാത്രമാണ് അങ്ങനെ ചെറിയ ഗ്യാദേഴ്സ് ഉള്ളത്. പുറകില് സിമ്പിൾ ആയിട്ടുള്ള എലൈനാണ്. നല്ല ഡാർക്ക് നേവി ബ്ലൂ റയോൺ മെറ്റീരിയലാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പുള്ള റയോൺ ആണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു വെസ്റ്റേൺ വെയർ ആണ്. ഇതിങ്ങനെ ഭയങ്കര ഒഴുകി കിടക്കുന്ന ടൈപ്പാണ്. ഇതെല്ലാം സൈസെങ്കിലും എംആർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതങ്ങനെ വരും. ഇതൊരു ജീൻസിന്റെ ടോപ്പായിട്ട് ഇടേ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം നോർമൽ ഒരു കുർത്തയുടെ ലെങ്ത് അല്ല ഇതിന്. ഇച്ചിരി കൂടി കയറി നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. ലെങ്ത് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു 36 റേഞ്ചാന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങളൊന്ന് ഓർഡർ എടുക്കുന്ന സമയത്ത് ഒന്ന് ചോദിച്ചാൽ മതി. ഇതാ ഇവിടെ ഇങ്ങനെ ബട്ടണൊക്കെ കൊടുത്ത് ഇച്ചിരി ഷൈനി ആയിട്ടുള്ള ടൈപ്പാണ്. ഇങ്ങനെ വെൽവെറ്റിന്റെ ഒരു മോഡലാണ്. പക്ഷെ വെൽവെറ്റ് അല്ല. വെൽവെറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആണല്ലോ. അങ്ങനത്തെ അല്ല, അതിന്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സംഭവമാണ്. ഇത് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ. ബ്ലാക്ക്. ഇതിൽ തന്നെ ഇതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരു ബ്ലൂ ആഷ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബ്ലൂ അല്ല ആഷും അല്ലാത്ത പോലത്തെ ഒരു കളറ്. അല്ല, ഇതൊരു ആഷ് പോലത്തെ കളറ്. പിന്നെ ഒരു പിങ്ക്. ഇതൊരു വയലറ്റിലേക്ക് കയറി വരുന്ന വയലറ്റും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോലത്തെ കളർ കേട്ടോ. ഇത്രയും കളേഴ്സാണ്. ബ്ലാക്ക്, ഗ്രീന്, ഒരു ആഷ്, പിങ്ക്, ബ്ലൂ. ഇത് പിള്ളേർക്കൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. ടീനേജുകാർ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട്. ഇപ്പൊ ജീൻസിന്റെ കൂടെയൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ പലാസിയോ, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ കുറെ പേര് നമ്മൾ അങ്ങനെ പാന്റ് ഇടാണ്ട് ഇടുന്നുണ്ടല്ലോ. പക്ഷെ ഇത് സ്ലിറ്റ് ആണ് കേട്ടോ. ഓക്കെ,
ഇത് കഫ്താനാണ്, ഒരൊറ്റ പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ. സൈസ് XL ആണ്. വൈറ്റില് ഇങ്ങനെ ഒരു പ്രിന്റാണ് കേട്ടോ. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. ഉള്ളിൽ നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുറകുവശവും ഇതേ പ്രിന്റാണ്. ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ഒരു ചെറിയ ഫ്രില്ല് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കഫ്താൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതാണ് സ്ലീവ്. ഇത് MRക്ക് യൂസ് ചെയ്യാം. എസും എമ്മും സൈസ് വരുന്നവർക്ക് യൂസ് ചെയ്യാം. ഇതൊരു വെസ്റ്റേൺ ടൈപ്പ് ആണ്. മെറ്റീരിയൽ വരുന്നതും ആ ഒരു വെസ്റ്റേണിൽ വരുന്നൊരു ക്ലോത്ത് ആണ് കേട്ടോ. റയോൺ മരത്തെ ക്ലോത്ത് ആണ്. ഇത് ഇച്ചിരി കൂടി താഴത്തെ പോർഷൻ ഇത്തിരി കൂടി ഇങ്ങനെ ഇലാസ്റ്റിസിറ്റി ഉള്ള പോലത്തെ ആയിട്ടാണ്. ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട്. ഇതിന്റെ കൂടെ ഒരു ബെൽറ്റും ഉണ്ട് കേട്ടോ. ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഈ ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഫ്രണ്ട് പോർഷൻ ഇതെല്ലാം ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബോട്ടാണ്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിള്ളേർക്ക് ഇടാനായിട്ട്. നല്ല രസമാണ്. ഇതും വെസ്റ്റേൺ ടൈപ്പിൽ വരുന്ന, ഇത് മെറ്റീരിയൽ വൈസ് ഭയങ്കര നല്ലൊരു ക്ലോത്ത് ആണ് കേട്ടോ. ഇവിടെ ഇത്രയും ഭാഗം ഒരു ഇലാസ്റ്റിക് പോലെയാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ബോഡി ഷേപ്പ് ആവുന്നത്. പുറകിലേക്കും ഉണ്ട് അതേ പോർഷൻ, അത്രയും ഭാഗം. നമുക്ക് ഷേപ്പ് ആക്കേണ്ട കാര്യമില്ല. ഇതും ഇതുപോലെ തന്നെ ഇങ്ങനെ മാത്രമായിട്ട് ഇടുന്നവർക്ക് ഇടാം, ഫ്രോക്ക് ടൈപ്പിൽ ഇടുന്നവർക്ക് ഇടാം. ഇനി അല്ല ജീൻസിന്റെ കൂടെ ഇടണമെങ്കിൽ ഇടാം, അങ്ങനെ ഇടാം. നല്ല ക്ലോത്ത് ആണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്. ഇച്ചിരി കൂടിയ ഐറ്റായിരുന്നു. ഇത് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഈ റേഞ്ചിൽ കിട്ടാത്ത ഒരു ഐറ്റം ആണ്, കാരണം അത്രയും നല്ല ക്ലോത്ത് ആണ്. ഇത് ഡാർക്ക് ഗ്രീൻ ആണ്, പിന്നെ ഡാർക്ക് നേവി ബ്ലൂ, മെറൂൺ, ആഷ്, ഇങ്ങനെ 4 കളേഴ്സിലാണ് വരുന്നത് കേട്ടോ. ഇത് ഫ്രീ സൈസ് ആണ്. ഒരു എമ്മും എല്ലും അത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. 4 കളേഴ്സ്. കോളർ ടൈപ്പ് ആണ് കേട്ടോ വരുന്നത്. ഇതങ്ങനെ ഇതും ഒരു വെസ്റ്റേൺ ടൈപ്പ് ആണ്. നല്ല റേറ്റ് ആണ്. ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടായിരുന്നു. ഇപ്പം എനിക്ക് പറ്റുന്നില്ല, വയറ് ടൈറ്റായി. ഇങ്ങനൊരു ഇവിടെ നിന്നിട്ട് പാനൽ അടിച്ചാണ് ചെയ്തേക്കണം. 1 2 3 4 പാനൽ ഉണ്ട് കേട്ടോ. ഒരു ടക്ക് അടിച്ച പോലെയാണ് പുറകുവശം, അതുപോലെ തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രിൻസസ് കട്ടിൽ വരില്ലേ നമ്മളിങ്ങനെ, നല്ല കോട്ടൺ ആണ്, ചൂടൊന്നും എടുക്കാത്ത ടൈപ്പാണ്. എയർലൈൻ സ്ട്രക്ചർ പോലെയാണ് വരുന്നത്. എന്നിട്ട് താഴെ എത്തുമ്പോൾ ഒരു ഇച്ചിരി പോർഷൻ കട്ടിങ് ഉണ്ട്. സാധാരണ നോർമൽ നമ്മുടെ ഇവിടുത്തെ കട്ടിങ്ങിന്റെ അവിടെ നിന്നല്ല തുടങ്ങണേ, ഇച്ചിരി കൂടി താഴ്ത്തുന്നതാണ്. അതൊരു വെസ്റ്റേൺ ഒരു സ്ട്രക്ചറാണ് അവരുടെ. അതുമാതിരി തന്നെ ഫ്രണ്ടിലും ഒരു ചെറിയ കട്ടിങ് ഉണ്ട്. പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ടൈപ്പാണ്. ഏതൊരു സൈഡിൽ പോക്കറ്റ് ഉണ്ടാണ്. നല്ല ഡെപ്തിലേക്ക് തന്നെ പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും പോക്കറ്റ് ഉണ്ട് കേട്ടോ. നല്ല ലുക്കാണ് കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇടാനും ഭയങ്കര കംഫർട്ടാണ്. നല്ല മെറ്റീരിയലാണ്. ഇത് ബ്ലൂ ആണ്, വൈറ്റിൽ ബ്ലൂ വരുന്ന പ്രിന്റ്. അതുപോലെ തന്നെ അതിന്റെ വേറൊരു പാറ്റേൺ ആണിത്. ഇത് വൈറ്റിലൊരു ഗ്രീൻ. ഇതൊരു ചെക്ക് എന്ന് വെച്ചാൽ ഒരു കള്ളിയിൽ വേറെ വേറെ പ്രിന്റ് ആയിട്ടാണ് കൊടുത്തേക്കണം. ഇതും അതേ സെയിം തന്നെ എയർലൈൻ സ്ട്രക്ചർ പോലെ ഇരിക്കും. ഇത്തിരി ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. അങ്ങനെ ഒരു നല്ല കോട്ടൺ ആണ് കേട്ടോ. സൈസ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇനി വരുന്നത് ഹാൻഡ് വർക്കൊക്കെ ഉള്ള ടൈപ്പാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് നല്ല റേറ്റ് കുറവിലാണ് ഇട്ടിരിക്കുന്നത്. ഈ 1 2 പീസ് മാത്രം ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഇടുന്നത് കേട്ടോ.
നല്ല കോട്ടൺ ആണ് വരുന്നത്. ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കളറും ആണ് കേട്ടോ. ഒരു ഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു കളർ. ഇതിന് എക്സാക്ട് എന്തെങ്കിലും പേരുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ പറയാൻ. കുറെയൊക്കെ മറന്നു തുടങ്ങി ഞാൻ കളറൊക്കെ. ലൈനിങ്ങോട് കൂടിയ വരേണ്ടത്. ഇതൊന്ന് മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാട്ടെ. ഇനി ഈ റേഞ്ചിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ പോലും ഈ റേഞ്ചിലല്ല കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ പീസൊക്കെ ആവുമ്പോൾ നമ്മൾ ആ റേഞ്ചിലേക്ക് ഇടുന്നതാണ്. ഇതൊരു ആലിയ കട്ടിന്റെ സ്റ്റൈലിലാണ് വരുന്നത്. നിറയെ ബീഡ്സും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി കളറാണിത്. 6 ആക്ക് പാറ്റേണിലാണ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ സ്ലീവും ആ ഒരു പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. പുറകുവശം എന്താ ഇങ്ങനെ. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇച്ചിരി കൂടി കൂടിയ ടൈപ്പിലുള്ളൊരു വെസ്റ്റേൺ വെയർ ആണിത്. ഇതാ സ്ലീവ് ഇങ്ങനെയാ വരുന്നത് കേട്ടോ. സ്ലീവിന്റെ എൻഡിൽ ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതാ ഇങ്ങനെ കെട്ടാൻ പാകത്തിനാണ്. അപ്പൊ നമുക്ക് വേറെ ഷേപ്പ് ചെയ്യുന്നതിന്റെ ആവശ്യമില്ല. ഫ്രണ്ടിലും ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിലും ഉണ്ട്. അത് ഈ അറ്റത്തുനിന്നല്ല കെട്ടിട്ടാ, ഒരു ഇച്ചിരി ഭാഗം നടുക്കുന്നതായിട്ടാണ്. ആ ഒരു സ്റ്റൈലിലാണ് ആ കെട്ട് വരുന്നത്. മെറൂണിൽ ഇങ്ങനെ ഒരു പ്രിന്റ് പോലെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചില വെസ്റ്റേൺസിന്റെ മെറ്റീരിയൽ ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിരിക്കും. നമ്മൾ എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഇല്ല, ആ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റമാണ്. ഇതിന് ലെങ്ത് വരുന്നത് ഒരു 42 ആ സംതിങ് ആണെന്ന് തോന്നും. അപ്പൊ നിങ്ങൾ ലെങ്ത് അത്യാവശ്യം വേണ്ടവരാണെങ്കിൽ കൺഫേം ആക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. ഇത് കോട്ടൺ ആണ്. നല്ല കട്ടിയുള്ള വടി പോലെ നിൽക്കുന്ന കോട്ടൺ ആണ് കേട്ടോ. അതങ്ങനെ വരും. ഇതിനകത്ത് ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ റെയിൻബോ കട്ട് ബീഡ്സ് ആണ് ചെയ്തിട്ടുള്ളത്. മിറേഴ്സും കട്ട് ബീഡ്സ് ഒക്കെ നല്ല ഒറിജിനൽ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് കേട്ടോ. ബ്ലാക്കിലാണ് വരുന്നത്. ഇങ്ങനെ വരും. ഫ്രണ്ട് പോർഷൻ നിറയെ ഇത്രയും ഭാഗം ബീഡ്സും മിറർ വർക്കും ചെയ്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പുറകുവശം ഇങ്ങനെ ഒരു നല്ല രസമാണ് കാണാനായിട്ട്. എല്ലാം 3/4 സ്ലീവാണ്. അടുത്ത് വരുന്നത് ഒരു സ്ലബിലാണ് കേട്ടോ. ഒരു നേവി ബ്ലൂവും ബ്രിക്ക് റെഡും കൂടി വരുന്ന കോമ്പിനേഷൻ ആണ്. ഇതിനകത്ത് നല്ല മിറേഴ്സും റെയിൻബോ കട്ട് ബീഡ്സും വെച്ചിട്ടാണ് ഈ സ്റ്റാറിന്റെ ഷേപ്പിൽ കൊടുക്കുന്നതെല്ലാം കട്ട് ബീഡ്സ് ആണ് കേട്ടോ. എല്ലാം ഒറിജിനൽ കട്ട് ബീഡ്സ് ആണ്. നല്ല രസമുള്ള ഐറ്റം ആണ് കേട്ടോ. സ്ലീവിന്റെ എൻഡിൽ ഇതേമാതിരി സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. സ്ലിറ്റഡ് ആണ്. ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. പുറകുവശം ഇങ്ങനെ വരും. സ്ലബാണ്. അടുത്ത് വരുന്നതും കോട്ടൺ മെറ്റീരിയലാണ്. ഇതാ സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഒരു കോളർ ടൈപ്പ് ആണ്. ഇവിടെ കുറച്ച് വുഡൻ ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള റേറ്റാണ്. ഇത് XXL സൈസ് ആണ്. റയോൺ ആണ്, റിങ്കിൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇത്തിരി ഭാഗം അങ്ങനെ ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. പുറകുവശവും ആ ഒരു ഇച്ചിരി ഭാഗം കേട്ടോ. നടുഭാഗത്ത് മാത്രം, ഇവിടെ ഇല്ല. ഈ രണ്ട് സൈഡുകളിലേക്കില്ല. ഇങ്ങനെ വരും. രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട്. താഴെയും അതിന്റെ ആ ഒരു പാച്ച് വർക്ക് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കെട്ടുണ്ട്.
ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. മെറൂൺ ആണ് കളർ, നല്ല ഡാർക്ക് മെറൂൺ ആണ്. ഇത് ഓണം കളക്ഷൻസിൽ വരുന്നതായിരുന്നു. ടിഷ്യൂ ആണ്, ഉള്ളിൽ അജ്രക്കിന്റെ ആണ് കേട്ടോ. ഒരു കോട്ട് ടൈപ്പാണ്. ഈ കോട്ടിന്റെ ഇവിടുത്തെ ബട്ടൺ ഓപ്പൺ ചെയ്യാം. നമുക്ക് എടുത്താൽ വിഷുവിന് ഇടാൻ പറ്റുന്നതാണ്. നല്ല ഒരു ടിഷ്യൂ മെറ്റീരിയലും അജ്രക്കും കൂടിയുള്ള കോമ്പിനേഷൻ ഓവർകോട്ട് ടൈപ്പാണ്. പുറകുവശം എന്താ ഫുൾ ഇങ്ങനെ വരും. ടിഷ്യൂൻ്റെ അല്ല കേട്ടോ, ഗോൾഡൻ ടിഷ്യൂ ആണ്. അടുത്തൊരു ടീനേജേഴ്സുകാർക്കൊക്കെ പറ്റിയ ടൈപ്പാണ്. നല്ല രസമുള്ള ഒരു 6 ആക്ക് പാറ്റേണിൽ ഇവിടെ സ്മോക്കി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. എം സൈസുകാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എസും എമ്മും ടീനേജേഴ്സുകാർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഇതെങ്ങനെ വരും, താഴെ ഒരു ഫ്രോക്ക് ടൈപ്പിലാണ് വരുന്നത്. ഫുൾ 6 ആക്ക്, അതിനൊരു ഓവർകോട്ട് ജോർജറ്റിലാണ് ഓവർകോട്ട് വരുന്നത്. ഇതാ ഇങ്ങനെ ഫ്ലോറൽ ആയിട്ടുള്ളത് കേട്ടോ. അതിന്റെ സ്ലീവ് ഇതാ ഇങ്ങനെ വരും. ഇതിവിടെ മാത്രമാണ് ആ ഉള്ളിലത്തെ ഒരു വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തേക്കണം. അതിന് ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെ ഇടാനായിട്ട് കേട്ടോ, സ്റ്റൈലിന്. ഒരു മുടി മെടഞ്ഞ ടൈപ്പിലുള്ള ഒരു സംഭവം. പിള്ളേർ ഉള്ളവരാണെങ്കിൽ നല്ല റേറ്റ് ആണ് കേട്ടോ, മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. അടുത്ത വരുന്നത് നല്ല രസമുള്ള ഒരു ആലിയ കട്ടിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ കോട്ടൺ ആണ് വരുന്നത്. ഇതിനകത്ത് ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആലിയ കട്ടിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. പുറകുവശം പ്ലെയിൻ ആണ്. നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. മെറൂണും ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷൻ. ജോർജറ്റ് ആണ് മെറ്റീരിയൽ. ഉള്ളിൽ നല്ല ലെങ്ത്തിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എം ആണ് സൈസ് ഇട്ടാ. അടുത്ത വരുന്നത് ഇത് ഇച്ചിരി കൂടിയ ഐറ്റം ആണ് കേട്ടോ. ഇത് പാനൽ കട്ട് അടിച്ചേക്കുന്നതാണ്. കംപ്ലീറ്റ് ഓരോ പാനൽസ് ആയിട്ട് അടിച്ചേക്കുന്നതാണ്. ഇത് ഹെവി ആയിട്ടാണ്. നമ്മുടെ ഗോൾഡൻ ബീഡ്സ് ആണ് ഇത്, കട്ട് ബീഡ്സ്. നല്ല കോസ്റ്റ്ലിയാണ്. ഈ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ്. പക്ഷെ ജോർജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഇതുപോലത്തെ ഒരു ജോർജറ്റ് അല്ല. ജോർജറ്റിൽ തന്നെ ഒരുപാട് തരം ജോർജറ്റ് ഉണ്ടായില്ല. ഏതോ ഒരു ജോർജറ്റ് ആണിത്. ഇങ്ങനെ ഒരു തരി പോലെ ഇരിക്കുന്നുണ്ട്. പുറകുവശം അതുപോലെ തന്നെ നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് താഴ്ത്തേക്കാണ് കേട്ടോ പാനൽസ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ടോപ്പ് ബോട്ടം സെറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിൽ ഉള്ളൊരു പീസാണ്. സ്ലബാണ് വരുന്നത്. കട്ടി കുറഞ്ഞ സ്ലബാണ് കേട്ടോ. നോർമൽ നല്ല വടി പോലെ നിൽക്കുന്ന ഒരു സ്ലബ് അല്ല. പിന്നെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കളറാണ് കേട്ടോ പാച്ച്. അതിൻ്റെ കൂടെ തന്നെ സെയിം മെറ്റീരിയലിൽ വരുന്ന ബോട്ടം, ഫ്രണ്ട് പോർഷൻ ബാൻഡും പുറകുവശം ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇങ്ങനെ വരും. ടോപ്പ് ബോട്ടം കൂടി വരുന്ന സെറ്റാണ് കേട്ടോ. 599 മാത്രം റേറ്റിൽ വരുന്ന ഒരു ഐറ്റമാണ്. 599 നിങ്ങൾക്ക് ടോപ്പും ബോട്ടം കൂടി കിട്ടും. ഇനി ടോപ്പ് മാത്രമായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. ഒരു റോയൽ ബ്ലൂ കളറാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. എല്ലാവരും തന്നെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും സൈസും കൂടി ചോദിച്ച് അപ്പൊ തന്നെ ഓർഡർ കൺഫേം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതായത് നമ്മൾ തിങ്കളാഴ്ച നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഐറ്റംസ് എല്ലാം. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം. ടാറ്റാ.